കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്ന് NBTC ഡയറക്ടർ KJ എബ്രഹാം അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. മരിച്ചവരുടെ 4 വർഷത്തെ ശമ്പളം ആശ്രിതർക്ക് നൽകും. സാമ്പത്തിക സഹായമായ 8 ലക്ഷത്തിനും ഇൻഷുറൻസിനും പുറമെയാണിത്. ജോലി ആവശ്യമുള്ളവർക്ക് ഉറപ്പാക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് ചെയ്യുമെന്നും KJ എബ്രഹാം പറഞ്ഞു. We take care of them like our own family, and we say that NBTC family. We are meeting them and we want to be assured, whatever the support we offered or more than that, we will give the family. We went to Kerala, some of them, and they were asking for some work for their children or brother. He said, don't worry, no problem. So that we will continue whatever we can give support to these people. We are obliged and we are committed. There is no lagging things will not happen. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, NBTC ഡയറക്ടർ, അദ്ദേഹം അത്യന്തം വേദനയോടെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. കാരണം തീപിടുത്തത്തിൽ ബാധിക്കപ്പെട്ടവർ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഏറ്റവും മാനുഷിക മൂല്യമുള്ള കാര്യങ്ങൾ അവരുടെ ആശ്രിതർക്ക് എന്തെല്ലാം ചെയ്യുമെന്നാണ് KJ എബ്രഹാം പറഞ്ഞത്. ലക്ഷ്മി, NBTC മാനേജിംഗ് ഡയറക്ടർ അബ്രഹാം അദ്ദേഹം പല ഘട്ടങ്ങളിലും വികാരഭരിതമായി തന്നെയാണ് സംസാരിച്ചത്. നേരത്തെയും കമ്പനിയുടെ ജീവനക്കാരടക്കം പലരും സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം തന്നെയായിരുന്നു, ഒരു കുടുംബം പോലെയായിരുന്നു, ഒരുമിച്ച് യാത്രകൾ ഉണ്ടായിരുന്നു, കമ്പനി അത്തരം കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലും അത് തന്നെയാണ് പറഞ്ഞത്. തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായിട്ടില്ല, ഒരു ഘട്ടത്തിലും അത്തരം ഒരു വീഴ്ചകൾക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെയായിരുന്നു കമ്പനി ചെയ്തിരുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാനേജിംഗ് ഡയറക്ടർ KJ എബ്രഹാം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിൽ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നേരിട്ട് അതിൽ ഉത്തരവാദിത്തമില്ല എങ്കിൽ കൂടി ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറില്ല. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദാരുണമായ ഇത്തരമൊരു സാഹചര്യത്തിൽ അതിനെ നേരിടലിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. പകരം ജീവനക്കാർക്ക്, മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം നൽകും. മാത്രമല്ല 4 വർഷത്തെ ശമ്പളം അതും നൽകാൻ കമ്പനി തയ്യാറാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അവരെ ചേർത്ത് പിടിച്ച് എന്നും അവരുടെ കുടുംബാംഗങ്ങളെ, മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വീഴ്ചകൾ പറ്റി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാരണം ഉള്ളതായി യാതൊരു പരിശോധനയിലും കണ്ടെത്തിയിട്ടില്ല. തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനോ വിശദാംശങ്ങൾ തേടാനോ ഒന്നും തന്നെ വിളിപ്പിച്ചിട്ടില്ല. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുള്ള അപകടമല്ല ഉണ്ടായിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള അപകടമാണ് ഉണ്ടായത്. അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും പ്രത്യേകം മെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭക്ഷണം പാകം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഈ കാര്യക്ഷമമായ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ കുവൈറ്റ്, ഇന്ത്യ സർക്കാരുകളിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുവൈറ്റ്, ഇന്ത്യ സർക്കാരുകളോട് വലിയ നന്ദിയുണ്ട് ഇക്കാര്യത്തിൽ എന്ന് അദ്ദേഹം പ്രത്യേകമായി തന്നെ പറയുകയും ചെയ്തു. സംസാരിക്കുന്ന പല ഘട്ടത്തിലും വൈകാരികമായി തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഇത്ര വലിയ ഒരു അപകടത്തിന്റെ ആഘാതം, ജീവനക്കാരായിരുന്ന നിരവധി ആളുകൾ ഈ ദുരന്തത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരിക, അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു KJ എബ്രഹാം പ്രധാനമായും സംസാരിക്കുകയും ചെയ്തിരുന്നത്. അപകടമുണ്ടായ കെട്ടിടം തങ്ങൾ ലീസിന് എടുത്തതാണ് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു കെട്ടിടമല്ല. ജീവനക്കാർ മുറിക്കുള്ളിൽ ഭക്ഷണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജീവനക്കാർ മുറിക്കുള്ളിൽ ഇത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. കെട്ടിടത്തിൽ ഒരു മെസ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന് മറ്റു കാരണങ്ങൾ ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അവിടെ 80 പേർ കൂടുതൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു അപകട സമയത്ത്. ഒരുപാട് പേർ തിങ്ങി താമസിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ തന്നോട് കുവൈറ്റിലെത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നാൽ അത് സഹകരിക്കണം. നിലവിൽ അത്തരത്തിൽ ആവശ്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെയാണ് മരിച്ചവർക്ക് 8 ലക്ഷം രൂപയും 4 വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസ് ആയും നൽകുമെന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ചികിത്സയിൽ കഴിയുന്ന 40 ജീവനക്കാരുടെ നില തൃപ്തികരമാണ് എന്നുകൂടി KJ എബ്രഹാം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലക്ഷ്മി, ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.